ഇപ്പോഴും ബാലുശ്ശേരിയൊക്കെ തൊള്ളകീറി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കാരണം ഇമാമിങ്ങൾ ചെയ്തു ശിർക്ക് ചെയ്തു എന്ന് വരും. ആ യാ ഇബാദല്ലാഹ് എന്ന് ശിർക്കാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇമാമിങ്ങൾ ചെയ്തത് ശിർക്കാണെന്ന് പറയാൻ നമ്മളെ കിട്ടുകയില്ല എന്നാണ്. അതിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ചില സാധുക്കളായ ആളുകളെങ്കിലും അങ്ങനെ വിചാരിച്ചു പോയിട്ടുണ്ട്. ഇമാമികളൊന്നും ചാർത്ത് പോയിട്ടില്ല, ഇമാമികളൊന്നും മരിച്ചവരെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ യാ ഇബാദല്ലാഹ് യാഈനു എന്നത് ചെയ്തു, അത് ഇമാമികൾ ചെയ്തു എന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇമാമികൾ ഒരിക്കലും ശിർക്ക് ചെയ്യൂലല്ലോ, അല്ലെങ്കിൽ അവർ ചെയ്തത് ശിർക്കല്ലല്ലോ, അതുകൊണ്ട് തന്നെ അത് ശിർക്കല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ആ വാദത്തിൽ നിങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്നു. എന്നാൽ പൊന്നു മുജാഹിദീങ്ങളെ, നിങ്ങളോട് നമ്മൾ പറയട്ടെ, ഇമാമികൾ ഒരുപാട് ജാറത്തുകൾ പോയത് ഞങ്ങൾ കാണിച്ചരാ, സ്വഹാബികൾ പോയത് കാണിച്ചരാ, അതിന് താബീങ്ങൾ പോയത് കാണിച്ചരാ, 14 നൂറ്റാണ്ട് വരെ ഉള്ളത് കാണിച്ചരാ. എന്നാൽ നിങ്ങൾ ആ വാദം തിരുത്താൻ തയ്യാറാണോ എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കണ്ട, നമുക്കും കൂടി ഇവിടെ ഇരുന്നിട്ട് നമുക്ക് കായക്കൊടിയെ നേരിടാം. നിങ്ങൾ എന്തിനാ മനുഷ്യന്മാരെ അപ്പുറത്ത് പോയിക്കണ്? തലയെക്കെട്ടുള്ള ശീലക്കഷ്ണം നമ്മൾ വാങ്ങി തരാനാ മുല്ലാമാര് പറയണേ? തലയെക്കെട്ടുള്ള ശീലക്കഷ്ണം നമ്മൾ വാങ്ങി, നിങ്ങൾ ഇവിടെ ഇരുന്നോ? നിങ്ങൾ ഇതിന് അവിടെ പോയി നമുക്ക് അനീഫ് കായക്കൊടിയെ എതിർക്കാന്ന്. നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വളരെ കുറഞ്ഞു എന്നാ. ഇത് ഈ പറയുന്ന ജിന്നുവാദികൾക്കല്ലാതെ ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും മനസ്സിലാകുന്ന ലളിതമായ ഒരു സത്യ, അവർക്ക് മനസ്സിലാവൂല.